സിദ്ദിഖിനായി കൊച്ചിയിലോ പരിസരങ്ങളിലും പോലീസ് തിരയുന്നതായി ഒരു വിവരവും കിട്ടിയിട്ടില്ല. സിദ്ദിഖിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ബിസിയാണെന്ന മറുപടിയാണ് ലഭ്യമാകുന്നത്. എന്താണ് ഈ സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? സത്യത്തിൽ നമുക്ക് പരിശോധിക്കാം. ബിനിൽ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ബിനിൽ, ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് വേണ്ടി ആ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിൽ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിടികൂടുക എന്നുള്ളതാണ്. അതല്ല മേൽക്കോടതിയിലേക്ക് പോകാനുള്ള അവസരം കാത്ത് അതിനുള്ള ഒരു ലാവണം ഒരുക്കുന്ന തരത്തിലാണ് ഈ അന്വേഷണവും തിരച്ചിലൊക്കെ പോകുന്നത്. എന്താണ് ഇപ്പോൾ ബിനിൽ ഒടുവിലായി മനസ്സിലാക്കുന്നത്? ഏറ്റവും അവസാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിവരം എന്നത് സിദ്ദിഖിന്റെ ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തി എന്നതാണ്. ഗേറ്റ് പൂട്ടിയത് കൊണ്ട് അവരകത്തേക്ക് പ്രവേശിച്ചില്ല. ഗേറ്റിന് പുറത്ത് നിന്ന് കാര്യങ്ങൾ നോക്കി അപ്പോൾ തന്നെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്നാൽ പടമുകളിലെ വീട്ടിലേക്ക് പോലീസ് സംഘം ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ ക്യാമറ യൂണിറ്റുകളൊക്കെ തന്നെ അവിടെയുണ്ട്. അവിടേക്ക് ഇതുവരെ പോലീസ് സംഘം എത്തിയിട്ടില്ല. ഈ ജാമ്യം തള്ളിയ ഉത്തരവ് വന്ന ഏതാണ്ട് 10-30 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ ഇതുവരെ കാര്യമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് സിദ്ദിഖിനെ പിടികൂടുന്ന തരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും. പേരിനുള്ള ഒരു പരിശോധന മാത്രമാണ്, അല്ലെങ്കിൽ ഒരു എത്തിനോക്കൽ മാത്രമാണ് ഈ ആലുവയിലെ വീട്ടിൽ നടന്നിരിക്കുന്നത്. ആ വീടിനകത്ത് കയറിയുള്ള ഒരു പരിശോധന പോലും ഉണ്ടായില്ല. ഗേറ്റിന് പുറത്ത് വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ എത്തി നോക്കി മടങ്ങിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സിദ്ദിഖ് ഇന്നലെ ആ ഉത്തരവ് വന്നതിന് ശേഷമാണ് കൊച്ചി നഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ആ സമയത്ത് സിദ്ദിഖ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സുഹൃത്തിൻ്റെ വാഹനത്തിലാണ് സിദ്ദിഖ് രക്ഷപ്പെടുകയും ചെയ്തത്. അതായത് പോലീസ് ഒരു മുന്നൊരുക്കം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നില്ല. അതായത് മുൻകൂർ ജാമ്യ ഹർജിയിലെ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് രാവിലെ 10:15 വരുമെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ആ ജാമ്യം തള്ളിയാൽ സിദ്ദിഖിനെ പിടികൂടുന്ന തരത്തിലേക്ക് ഒരു നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു കാര്യം ഓർമ്മയുണ്ട്, അത് 2022 ഫെബ്രുവരി മാസത്തെ ഒരു ദൃശ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് ദിലീപിനെതിരായ രണ്ടാമത്തെ കേസിലാണ്. ദിലീപ് അന്ന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ വരികയും ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി ഉത്തരവ് പറയുന്നത് ഇതുപോലൊരു 10:15 മണിക്കാണ്. അതിന് തൊട്ട് മുൻപ് പോലീസ് സംഘം ആലുവയിലെ ദിലീപിൻ്റെ വീടിന് മുന്നിലെത്തി കാത്തു നിൽക്കുകയായിരുന്നു. അതായത് കോടതി ഉത്തരവ് ദിലീപിനെതിരായാൽ ആ നിമിഷം ആ വീട്ടിൽ കയറി പരിശോധിക്കുക, ദിലീപ് ഉണ്ടെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക. ആ രീതിയിൽ അന്ന് ക്രൈംബ്രാഞ്ച് സംഘം ആ വീടിന് പുറത്ത് നിലയുറപ്പിച്ചതൊക്കെ തന്നെ നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ പോലീസിന് അങ്ങനെയും കഴിയുമായിരുന്നു. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കമോ ഇടപെടലോ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. കൊച്ചി സിറ്റി പോലീസിനോടോ എറണാകുളം റൂറൽ പോലീസിനോടോ സിദ്ദിഖിനെ പിടികൂടുന്നതിന് ഒരു സഹായം അവർ തേടിയതായി നമുക്ക് ഇതുവരെ അറിവുമില്ല. അതായത് ഇപ്പോഴും SIT ഇരുട്ടിൽ തപ്പുകയാണ്. സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് അവർക്ക് യാതൊരു ധാരണയും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ശരി, അതാണ് ബിനിൽ നൽകിയത്. കളരും പോലീസും കളിയാണോ ഇപ്പോൾ നടത്തുന്നത്? സിദ്ദിഖിന് വേണ്ടി വല വിരിച്ചു എന്നൊക്കെ പറയുന്ന ആ വല പൊട്ടിച്ച് സിദ്ദിഖ് പോയോ, അല്ലെങ്കിൽ പോകാൻ അവസരം ഒരുക്കിയതാണോ, തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നു. അത് സ്വാഭാവികമാണ്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ എന്നുള്ളവരാണ്. ശ്രീ ജോർജ് ജോസഫ്, നല്ല ഗൃഹപാഠം നടത്തിയാണ് ഈ പ്രതിക്കെതിരെ ഈ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചത്. കാരണം സമാനമായിട്ടുള്ള കേസുകളുടെ സാഹചര്യങ്ങൾ, സുപ്രീം കോടതി നിഷ്കർഷിച്ചുള്ള അനുമാനങ്ങൾ ഇതൊക്കെ സമർപ്പിച്ചാണ്. പക്ഷേ ഗൃഹപാഠം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഗഹനത, ആ ഒരു സൂക്ഷ്മത ഈ സിദ്ദിഖിനെ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ മിസ്റ്റേക്കല്ലേ? കാരണം മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. സിദ്ദിഖ് എവിടെയുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ പോലും ഈ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെങ്കിൽ എന്തൊരു ഗുരുതരമായ പശ്ചാത്തലമാണ് കേരള പോലീസിന് സംഭവിച്ചിരിക്കുന്നത്? ശ്രീ ജോർജ് ജോസഫ്. ഇത് സാധാരണഗതിയിൽ പോലീസിന് അറസ്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഈ ഹൈക്കോടതിയിലെ ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പോലീസിന് അറിയാം. അങ്ങനെയാണ് പോലീസിൻ്റെ ചിന്ത വരുന്ന സാധാരണഗതിയിൽ. കാരണം ഇതിനകത്ത് 376ഉം 506ഉം തന്നെ. അപ്പം ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ കേസ് വളരെ സ്ട്രോങ് ആണ്. എവിഡൻസ് നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് പോലീസ്. അത് കോടതിയെ ബോധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി അറസ്റ്റിലേക്ക് വഴങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ ആ കോടതിയിലെ ആ വിധി പറയുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ എങ്കിലും ഈ സിദ്ദിഖിൻ്റെ വീടും പരിസരവും അവർ സർവൈലൻസിൽ നിർത്തുക സാധാരണ പോലീസ് ചെയ്യുന്നത്.
അവിടെ എങ്ങോട്ട് പോയാലും ശരി അങ്ങോട്ട് ആൾ സഞ്ചരിക്കും, പുറകെ ആളുണ്ടാവും. എങ്കിലേ അറസ്റ്റിന് വിധേയമാക്കാൻ കഴിയുള്ളൂ. സിദ്ദിഖിനെ പോലെ ഒരാളെ, പ്രത്യേകിച്ചും സാമ്പത്തികമായ ഉന്നതരാണ്, നല്ല കോണ്ടാക്റ്റ്, മലയാളത്തിലെ നല്ല ഒരു താരം, സിനിമാ താരം തന്നെ, അതുപോലെ നല്ല സാമ്പത്തികമുള്ളവരും അണികളും ഉണ്ട്. അപ്പോൾ എങ്ങോട്ടായാലും മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കേസുകളിൽ പോലീസ് കുറച്ചുകൂടെ ജാഗരൂകരായിരിക്കണം. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഈ ഗൃഹപാഠം SIT നടത്തുമ്പോൾ അതിന്റെ ഈ കൃത്യമായിട്ടുള്ള എവിഡൻസ് കൈവശമുണ്ട്. ആ എവിഡൻസിന്റെ ഈ 376 അല്ലെങ്കിൽ മറ്റു വകുപ്പുകളൊക്കെ തന്നെ 73 അടക്കമുള്ള വകുപ്പുകൾ ഉള്ള സ്ഥിതിക്ക് അറിയാം രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം പ്രഥമ ദൃഷ്ട്യാ ഗൗരവമുള്ള കേസാണെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെടും എന്നറിയാമെന്നിരിക്കെ സർവൈലൻസിലുള്ള ഒരു ആളെ കുറിച്ച് നിരീക്ഷിക്കുന്നതിൽ വീഴ്ച പറ്റി. ഇന്നിപ്പോൾ എന്താണ് ഒടുവിൽ പറയുന്നത്? എവിടെയോ ഒരു മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കുന്നു, ആ ഓണായ ശേഷം അത് ബിസി ടൂണാണ് കേൾക്കുന്നത്. ഇതൊക്കെ പച്ചയ്ക്ക് നമുക്ക് വിഴുകാൻ കഴിയുന്നതാണോ? അല്ല, മൊബൈൽ ഫോണ് അവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു, പിന്നെ ഓണാക്കി. അതൊക്കെ എന്തൊരു സാമാന്യ ജനങ്ങൾക്ക് പോലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് എൻ്റെ ഇവിടുത്തെ ഫോണ് എൻ്റെ മകൻ്റെ അടുത്തോ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തോ അതൊന്ന് ഓണാക്കും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. അതൊക്കെ എന്തൊരു ചിന്തയാണ് പോലീസിൻ്റെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇതിനകത്ത് മൊബൈൽ ഫോൺ ഇവിടെ വെക്കും, കാർ ഉപയോഗിക്കത്തില്ല, വീട് പൂട്ടിയിട്ടു, അദ്ദേഹത്തിൻ്റെ 2 വീടും പൂട്ടിയിട്ടു, കാറ് 2 ഇടത്തും അവിടെ കിടപ്പുണ്ട്, അവിടെ തന്നെ ആളുണ്ട് എന്നല്ലേ നമ്മൾ ധരിക്കുള്ളൂ. മൊബൈൽ ഫോൺ ഇടയ്ക്ക് ഈ ജാമ്യം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രം ഓഫ് ചെയ്തു. അപ്പം പിന്നെ പോലീസിന് പിന്നെ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിൻ്റെ തലേദിവസം തന്നെ കേരളം വിട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മുകേഷിനറിയാം, മുകേഷിൻ്റെ സിദ്ദിഖിനും അറിയാം, സിദ്ദിഖിൻ്റെ വക്കീലിനും അറിയാം. ഇതിനകത്ത് റിമാൻഡിൽ അല്ലെങ്കിൽ അറസ്റ്റിന് വിധേയമായി കഴിഞ്ഞാൽ അടുത്ത കാലത്തങ്ങ് വെളിയിൽ ഇറങ്ങത്തില്ല. അതാണ് കാരണം ആ കേസിൻ്റെ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. ലൈഫ് ഇംപ്രിസൺമെൻറ്റിലോട്ട് പോയാൽ പിന്നെ പുള്ളിക്ക് ജീവിതമില്ല എന്ന് പുള്ളിക്ക് തന്നെ അറിയാം. രണ്ടാമത് ഈ കേസിൻ്റെ പോലീസ് അറസ്റ്റ് അങ്ങ് വിധേയമായി കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി അങ്ങ് റിമാൻഡ് ചെയ്യും. ഒരാഴ്ചത്തേന് അങ്ങ് റിമാൻഡ് അല്ലെ 2 ആഴ്ച റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കസ്റ്റഡി ചോദിക്കും. 5 ദിവസം 4-5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിക്കും. അതിനുശേഷം തെളിവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും. പോലീസ് വളരെ ഫാസ്റ്റായിട്ട് ഇതിനകത്ത് എവിഡൻസ് ധാരാളം ശേഖരിച്ചു കഴിഞ്ഞ് 2 മാസത്തിനകം. അപ്പം സെക്കൻഡ് റിമാൻഡിന് അകം ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കും. പിന്നെ ട്രയൽ നടത്തുന്നത് പുള്ളി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ അന്ത്യം എന്താകുന്ന ഏകദേശം എവിഡൻസ് സ്ട്രോങ് ആയിട്ട് അത് ഗുരുതരമായിരിക്കും അന്ത്യം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരാൾ ഇന്ത്യയിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നല്ല ബുദ്ധിയുള്ള ഒരു നടൻ തന്നെയാണ് സിദ്ദിഖ്. കാരണം ദിലീപിൻ്റെ കേസിൽ നമുക്കറിയാം, ദിലീപിനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയം പോലീസ് സ്റ്റേഷനിൽ വരെ പോയി ബഹളം ഉണ്ടാക്കിയ ആളാണ്. അപ്പം അമ്മയുടെ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇതുപോലൊരു പ്രശ്നം വരുമ്പം ബുദ്ധിപരമായിട്ട് നീങ്ങും. ഇന്ത്യ വിടുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അറസ്റ്റിന് വിധേയമാകില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ വലിയ പ്രതീക്ഷയൊന്നും കാണില്ല അവരുടെ വക്കീലിന്. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കേരളം വിട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ വിട്ടും കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ വിധി വന്നതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് ആ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത്. ഇന്ത്യയിലെ എയർപോർട്ടെല്ലാം അലർട്ട് ചെയ്യിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ വിധി വന്ന ഉടനെ ഡൽഹിയിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയ 10 മിനിറ്റിനകത്തുള്ള ഫ്ലൈറ്റിൽ വിദേശത്ത് പോയി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ തന്നെ ഉണ്ട്, ബോംബെയിലൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ കാണുമെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതായാലും അത്ര ഒരു മണ്ടനല്ല സിദ്ദിഖ്, അത്ര ഒരു മണ്ടനും അല്ല സിദ്ദിഖിൻ്റെ വക്കീൽ. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് എൻ്റെ ധാരണ ആ സമയത്ത് വിധി വന്നു. അങ്ങനെ ഒരു മണ്ടത്തരം SIT ഇത്രയും വലിയ ഗുരുതരമായ ഒരു കേസിനെ കാണുന്ന ഒരു പ്രതി സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് എന്തായാലും ജാമ്യം ലഭിക്കില്ല എന്നുള്ള കാര്യമൊക്കെ ബോധ്യമുള്ള ആളുകൾ അതിനെ പഴുതടക്കില്ലേ? റെക്കോർഡ് സർക്കുലറൊക്കെ അതിനു മുമ്പ് അല്ലെങ്കിൽ ഒരു വാച്ച് ചെയ്യില്ലേ? കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണില്ലേ? എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പോലീസ് ഇങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കേണ്ടത്.
അത് സർവൈലൻസ് ഇരുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളൊക്കെ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ദിലീപിൻ്റെ കാര്യത്തിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസിന് അതൊക്കെ അറിയാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ലാഘവബുദ്ധിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ചില സമ്മർദ്ദങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അത് തന്നെയല്ല, സിദ്ദിഖിനെ പോലെ ബുദ്ധിയുള്ള ഒരാളും അവരുടെ നല്ല ബുദ്ധിയുള്ള വക്കീലുമാണ്. അവർ ഇന്ത്യയിൽ നിൽക്കാൻ അവരെ അനുവദിക്കത്തില്ല. സുപ്രീം കോടതി ജാമ്യം കിട്ടാനുള്ള ചാൻസ് വളരെ സ്കേഴ്സാണ്, വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ആ സുപ്രീം കോടതിയിലൊരു പഴുത് പറഞ്ഞ് കിട്ടട്ടെ, വലിയ ഹോപ്പ് കാണത്തില്ല. നല്ല അഡ്വക്കേറ്റ് റോത്തക്കിയാണ് വരുന്നത്, ജാമ്യം കിട്ടാനുള്ള കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു അഡ്വക്കേറ്റുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദഗതി ഇനി എന്താണെന്ന് അറിയില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി പറഞ്ഞ ആദ്യത്തെ മൊഴി 2016 സംഭവങ്ങൾ പറഞ്ഞ് ഓഗസ്റ്റ് മാസം FIR എടുത്ത 28-ാം തീയതിയാണെന്ന് തോന്നുന്നു. ആ ദിവസം പറഞ്ഞ മൊഴി 2016 സംഭവത്തിൻ്റെ മൊഴിയാണ്. അത് ഇപ്പം പോലീസ് അത് വെരിഫൈ ചെയ്തപ്പം കൃത്യമായി കൊറോബറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ മൊഴി ഒരു ഇഞ്ച് പോലും മാറ്റിവെക്കാൻ കഴിയില്ല. അത്ര കൃത്യമായിട്ട് ആ നടി പെൺകുട്ടി ആ മൊഴി പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ നാൾവഴികൾ നോക്കിക്കഴിയുമ്പം എത്ര സൂക്ഷ്മമായിട്ട് പോലീസ് അതിൻ്റെ പിന്നാലെ പോയി 100% പറഞ്ഞ മൊഴി ശരിയാണ്. ഒരു കോൺട്രഡിക്ഷൻ അതിൻ്റെ അകത്തില്ല. സുപ്രീം കോടതി പോകുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വരണം, അല്ലെങ്കിൽ അൺറിലയബിളായിട്ട് ചില ഭാഗമെങ്കിലും തോന്നണം. ആ കുട്ടിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് തിരുവനന്തപുരത്ത് ഒരു സിദ്ദിഖിൻ്റെ ഒരു സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വിളിച്ചു വരുത്തി. സിദ്ദിഖായിട്ട് ബന്ധമുണ്ട്. അതെ, സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെ ഫേസ്ബുക്കിൽ കൂടെ നിരന്തരം ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ശരി, അതാണ് ഞാൻ മടങ്ങിയെത്താം. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് താങ്കൾ നടത്തുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ കൂടി വിളിക്കുന്നത്. രാഹുൽ ഈശ്വർ, കള്ളനും പോലീസും കളിയാണ് നടക്കുന്നത്. സിദ്ദീഖ് ഇത്രയും നിമിഷം കഴിഞ്ഞു. നേരത്തെ തന്നെ സിദ്ദീഖിന്റെ നിലപാടുള്ള ആളാണ്, മാത്രമല്ല പ്രബലനാണ്. ആ പെൺകുട്ടി, ഇരയായ പെൺകുട്ടി വലിയ കൺസേൺ രേഖപ്പെടുത്തിയതാണിതിൽ. കാരണം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം, ഡിജിറ്റൽ തെളിവുകൾ ഓരോ സമയം വൈകും തോറും പ്രതി നശിപ്പിച്ചേക്കാം എന്നടക്കം കൺസേൺ രേഖപ്പെടുത്തിയുള്ള കേസിലെ പ്രതിയെ ഇപ്പോഴും പിടികൂടാൻ പോലീസിന് ആയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ? ഈ കുട്ടി 4 സമയത്തും 4 വ്യത്യസ്ത മൊഴികളാണ് പറഞ്ഞത്. 2019 പറഞ്ഞത് സെക്ഷൽ ഹരാസ്മെന്റും വെർബൽ അബ്യൂസുമാണ്. അതിനുശേഷം വാക്കുകൾ കൊണ്ട് സെക്ഷൽ ഓഫറിംഗ് നടത്തി എന്ന് പറഞ്ഞു. 3ാമത് പറഞ്ഞപ്പോൾ റേപ്പിന്റെ കാര്യം പറഞ്ഞില്ല. 4ാമത് പറഞ്ഞപ്പോഴാണ് റേപ്പിന്റെ കാര്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നിള തിയേറ്ററിൽ വെച്ച് സിദ്ദിഖ് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നാണ്. പിന്നീട് പറഞ്ഞത് മസ്കറ്റ് ഹോട്ടലിൽ ചെന്ന് റേപ്പ് ചെയ്തു എന്നാണ്. സെക്ഷൽ ഫേവർ ചോദിച്ച ഒരാളോട് എങ്ങനെയാണ് മസ്കറ്റ് ഹോട്ടലിൽ ഈ വ്യക്തിക്ക് പോകാൻ കഴിയുക? അച്ഛനും അമ്മയും സിദ്ദീഖ് ഒളിവിലോ അതോ ഒളിപ്പിക്കപ്പെടുകയാണോ എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അതിനുള്ള ചർച്ചയാണ്. ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞു വന്നത് ആ പരാതിക്കാരുടെ മൊഴികളിലെ വൈരുദ്ധ്യം എന്നതാണ്. അത് താങ്കൾക്ക് തുടരാം. ഒന്ന്, ബഹുമാനപ്പെട്ട കോടതി വിധി വായിച്ചാൽ അവസാന വരിയായി കോടതി എഴുതുന്നത്, പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഡോണ്ട് മിസ്കൺസ്ട്രൂ, ഞങ്ങൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, പകരം ഇതിന്റെ ഇനീഷ്യൽ ഒബ്സർവേഷൻസ് മാത്രമാണ് തന്നിരിക്കുന്നത്. സിദ്ദിഖ് കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ പറഞ്ഞിട്ടില്ല, നിരപരാധിയാണെന്നും പറഞ്ഞിട്ടില്ല, അപരാധിയാണെന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് വസ്തുത. 2, ആ വ്യക്തി പറഞ്ഞ മൊഴികൾ നോക്കുക. ആദ്യം പറഞ്ഞത് വെർബലി അബ്യൂസ് ചെയ്തു എന്നാണ്, സെക്ഷലി ഹരാസ് ചെയ്തു എന്ന് ആദ്യം പറഞ്ഞു, വെർബലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു, നിള തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു എന്ന് പറഞ്ഞു. അത് പിന്നീട് എങ്ങനെയാണ് മസ്കറ്റിലെ റേപ്പായി മാറുന്നത്? 2, ഈ വ്യക്തിയെക്കുറിച്ച് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും വന്നിരിക്കുന്നത് പോലെ ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. ചൈനയിൽ നിന്ന് കൂട്ടുകാരിയുടെ നഗ്നചിത്രം എടുത്ത് പ്രചരിപ്പിച്ചതിന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. ഈ പെൺകുട്ടിക്കെതിരെ 20-30 പെൺകുട്ടികൾ ചൈനയിൽ പരാതി കൊടുക്കുകയും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്. നമ്മൾ മറക്കാതിരിക്കണം. അപ്പോൾ ഇത്തരം ഒരു ഷെയ്ഡി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന കാര്യം ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ലല്ലോ കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ വസ്തുതകൾ ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. ആ ഉത്തരവ് താങ്കളൊന്നുണ്ടെങ്കിൽ ഉത്തരവ് നോക്കാം. ഒരു ഷെയ്ഡി ക്യാരക്ടർ എന്ന് അത് ഇന്നും ഈ കേസിന് ആനുപാതികമായിട്ടുള്ളോ ഇതിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. താങ്കൾ അത് സംസാരിക്കേണ്ട. നമുക്ക് ഈ കേസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിദ്ദീഖ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിന്റെ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ആ ഒക്കറൻസിൽ നടത്തിയിട്ടുള്ള ഈ SIT നടത്തിയിട്ടുള്ള പരിശോധനകൾ, അതിലെ പ്രാഥമികമായി നൽകിയിട്ടുള്ള വസ്തുതകൾ, അതിന്മേൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് കാര്യങ്ങൾ കോടതിയുടെ വിധിന്യായത്തിൽ വന്ന വാദഗതികളാണ് ഞാൻ പറയുന്നത്. താങ്കൾ ശ്രദ്ധിക്കണം. വാദഗതികൾ പലതും വരും. വാദഗതികൾ പ്രതിക്ക് വേണ്ടി വന്ന അഭിഭാഷകൻ പറയാം, സ്റ്റേറ്റിന് പറയാം. അതല്ല, അതിനപ്പുറത്തേക്ക് കോടതി ഈ വസ്തുതകളെ എങ്ങനെയാണ് ഇതൊരു നമുക്കറിയാമല്ലോ, ഒരു മുൻകൂർ ജാമ്യമാണ്. അതിന്റെ പരിമിതികളുണ്ട്, പരിധികളുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നും കോടതി പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞിട്ടില്ലേ?
തീർച്ചയായും കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ നിലപാടിനോട് ബഹുമാനമാണ്. പക്ഷെ ആ നിലപാടിനോട് വിയോജിച്ചുകൊണ്ടല്ലേ മേൽക്കോടതിയിൽ പോകുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ സ്റ്റഡി ക്യാരക്ടറോ അല്ലെങ്കിൽ ഏത് ക്യാരക്ടർ എന്നുള്ള വിഷയമല്ല, അതിന് നന്നായിട്ട് നിർവചനം കോടതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പരാതികൾ വൈകുന്നു, അവിടെ ചൂണ്ടിക്കാണിച്ച് ഇത്രയും വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ചൂണ്ടിക്കാട്ടി അതിനെ കോടതി കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഷെയ്ഡി ക്യാരക്ടർ എന്ന് താങ്കളുടെ അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ അനുഭാവപൂർവ്വം ഈ പിന്തുണയ്ക്കുന്ന വ്യക്തിയുടെ അഭിഭാഷകൻ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ആയിക്കോട്ടെ, അപ്പൊ അതല്ലേ താങ്കളുടെ ചാനലും ജനങ്ങൾ ഞാൻ കോടതി ഏത് നിർവചനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട്? അതിൽ പ്രാഥമികമായ ഗൗരവമുള്ളതാണ്. പൂർണ്ണമായും ബഹുമാനിക്കുന്നു. അങ്ങ് താങ്കൾ ആണല്ലോ. വേട്ടക്കാരന്റെ ഭാഗം മാത്രം ക്ലിയർ അല്ലല്ല, കോടതിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് ചില വൈരുദ്ധ്യങ്ങൾ, ഇവിടെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നിട്ടില്ല, വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ജാമ്യം നൽകുകയും ആ സാഹചര്യങ്ങളല്ല ഇവിടെ നിൽക്കുന്നത്? ഗൗരവമേറിയ കേസ് എന്നാണ് പറയുന്നത്. അവിടെയും താങ്കൾ അല്ലല്ല അവിടെ ഇരയ്ക്ക് ഒരു കൺസേണും ഇല്ലേ? ഇരയുടെ കൺസേണിന് ഒരു അടിസ്ഥാനവും ഇല്ല രാഹുൽ. ഇരയുടെ കൺസേണിനെ ഒരു തരത്തിൽ പോലും ഒരു പോയിന്റിൽ പോലും താങ്കൾ ബഹുമാനിക്കുന്നില്ലല്ലോ. പ്രഥമ ദൃഷ്ട്യാ പ്രാഥമികമായി തന്നെ പറഞ്ഞു വരുന്നത് ഇരയെ കുറിച്ചാണല്ലോ, ഷെയ്ഡി ക്യാരക്ടർ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അല്ല സാർ, ഇത് പരാതിക്കാരിയാണ്, ഇരയായിട്ടില്ല. ഈ കേസ് തെളിഞ്ഞാലല്ലേ ഇവർ ഇരയാകും. ഇപ്പോൾ പരാതിക്കാരിയല്ലേ, സിദ്ദിഖ് വേട്ടക്കാരനല്ല, സിദ്ദിഖ് ആരോപിതനാണ്. അപ്പോൾ ഒരു സൈഡിൽ പരാതിക്കാരിയുണ്ട്, പരാതിക്കാരിയെ ബഹുമാനിക്കുന്നു, മറു സൈഡിൽ ആരോപിതനുണ്ട്, ആരോപിതനെ ബഹുമാനിക്കുന്നു. ആരോപിതന് ഇത്തരത്തിൽ യാതൊരു ക്രിമിനൽ കേസുകളോ ക്രിമിനൽ ആന്റിസിഡൻസോ ഇല്ല, അത് വസ്തുതയാണ്, ചൂണ്ടിക്കാണുന്നു. അതേപോലെ മറുഭാഗത്ത് ആരോപിതയ്ക്ക് 14 പേർക്കെതിരെ ഓൾറെഡി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതേപോലെ ചൈനയിൽ നിന്നൊരു സംഭവമുണ്ട്, അവിടുന്ന് പുറത്താക്കിയത്. ഇതൊക്കെ വസ്തുതകൾ. ഈ ഭൂമി മലയാളത്തിൽ എന്തെങ്കിലും താങ്കൾ ഏതെങ്കിലും ഒരു ഇരയുടെ ഭാഗത്ത് നിന്നിട്ടുണ്ടോ? ഈ ഭൂമി മലയാളത്തിൽ താങ്കൾ ഏതെങ്കിലും ഒരു ഇരയ്ക്കൊപ്പം സംസാരിച്ചതായി താങ്കൾ എപ്പോഴും ഈ വേട്ടക്കാരന്റെ ഭാഗത്ത് നിന്ന് നാവ് നാറ്റിക്കുന്ന പരിപാടിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ഈ ഇരയുടെ കൺസേൺ എന്താണ് താങ്കൾ ഒരർത്ഥത്തിൽ പോലും ഒന്ന് രജിസ്റ്റർ ചെയ്യാത്തത്? എവിടെയെങ്കിലും താങ്കളെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. താങ്കളോട് ചോദിച്ചോട്ടെ, ഈ സിദ്ദിഖ് വേട്ടക്കാരനാണെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? എന്റെ ശ്രീ രാഹുൽ ഈശ്വർ, ട്രയൽ പ്രൊസീഡിംഗ് ഇല്ലേ? വെള്ളരിക്ക പട്ടണമാണോ? ആ ട്രയൽ പ്രൊസീഡിംഗ് ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല. എന്തുകൊണ്ട് നൽകാത്തത്? പ്രഥമ ദൃഷ്ട്യാ ഗൗരവമുള്ള കേസാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ, ഞാൻ ചോദിക്കുന്നില്ല, അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയിട്ടില്ല, അതിന് ട്രയൽ നടക്കണം. താങ്കൾ അദ്ദേഹത്തെ സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ നീതിയുക്തമായ രീതിയിലേക്ക് എന്തിനാണ് താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്നോ കുറ്റവാളിയാണെന്നോ കുറ്റക്കാരനല്ലെന്നോ കോടതി പറഞ്ഞിട്ടില്ല. നിരപരാധി എന്നും പറഞ്ഞിട്ടില്ല, അപരാധി എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു അക്യൂസ്ഡ് ആണ്, ആരോപിതനാണ്. ആ ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിക്കാം, സിദ്ദിഖിനെ ആക്രമിക്കാം, സിദ്ദിഖിനെ മോശക്കാരനാക്കാം, സിദ്ദിഖിനെ നിലത്ത് വലിച്ചെലയ്ക്കാം. പക്ഷേ അതുവരെ സിദ്ദിഖ് ആരോപിതൻ മാത്രമാണ്. സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വരി കൂടി, മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് ഒരു വ്യക്തി നിരപരാധിയാകുന്നില്ല, മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ട് ഒരു വ്യക്തി അപരാധിയുമാകുന്നില്ല. ദയവായി ഓർക്കുക, മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ട് ഒരു വ്യക്തി നിരപരാധിയാകുന്നില്ല, മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ട് ഒരു വ്യക്തി അപരാധിയുമാകുന്നില്ല. മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കാൻ കോടതി പറഞ്ഞത് ഈ കേസിൽ കൂടുതൽ അന്വേഷണം വേണം, സിദ്ദിഖിന്റെ അടുത്ത് നടക്കാൻ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കാനുമുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണം. കോടതിയുടെ നിലപാട് ബഹുമാനിക്കുന്നു. ഞങ്ങൾ ആരും കോടതികളെ കുറ്റം പറയുകയോ കോടതികളെ അപമാനിക്കുകയോ ഒന്നും ചെയ്യില്ല. കോടതിക്ക് വേറെ താല്പര്യമുണ്ട്, ദിലീപിന്റെ തേടിയ വെള്ളി കാലി ചുറ്റി കോടതിയുടെ അച്ഛൻ എങ്ങനെയാണ്, കോടതിയുടെ ഭർത്താവ് എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾ ആരും പറയില്ല. പഴയൊരു കേസുമായി ബന്ധപ്പെട്ട്, നടിയാക്രമിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പശ്ചാത്തല സമയത്ത് സിദ്ദീഖ് പറഞ്ഞ ഒരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റ് ഒന്ന് കേൾപ്പിക്കാം. അന്ന് സിദ്ദീഖ് ആർജവത്തോടെ പറഞ്ഞ ഒരു സംഭാഷണമാണ്. ആ സംഭാഷണം ഒന്ന് കേൾപ്പിക്കാം. എനിക്കെതിരെ ഒരാളൊരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പം അടിക്കണം. കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. അന്ന് ധൈര്യം ഉണ്ടായില്ല, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേശ്ശെ ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത്. എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ അപേക്ഷ. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ആർജവത്തോടെ പറഞ്ഞ ആള് ഈ നിയമ നടപടിക്ക് വിധേയനാകണം, സംസ്ഥാനം വിട്ടു എന്നാണ് ചിലർ ഒളിച്ചു കളിക്കാതെ നിൽക്കാതെ ഈ നിയമത്തിന് വിധേയമായി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് സഹകരിക്കുകയല്ലേ വേണ്ടത്? ആ സെക്കൻഡിൽ പറയണം. 2500 ദിവസങ്ങൾക്ക് ശേഷമല്ല, 2500 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യത്തെ കുറിച്ചാണ് ഈ വ്യക്തി പറയുന്നത്. പരമപ്രധാനമായിട്ടുള്ള ജസ്റ്റിസ് ഡയസിന്റെ ബെഞ്ച് എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഈ കേസ് പരിഗണിക്കണം എന്താണ് പറഞ്ഞത്? കാലതാമസം, അതിനെ വൈകാരികമായും സാമൂഹികമായിട്ടുള്ള ഈ കേസുകളുടെ അല്ലെങ്കിൽ ഒരു സമയം വൈകിക്കൊണ്ട് അതിനർത്ഥമില്ല എന്നാണ് ഈ കോടതി ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കോടതിയാണല്ലോ നമുക്ക് പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള വഴി.
അല്ല 99 100% പൂർണ്ണമായി ബഹുമാനിക്കുന്നു. ജസ്റ്റിസ് ഡയസിന്റെ തന്നെ അവസാനത്തെ വരി, കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല, ഞാൻ പറയുന്ന ഒബ്സർവേഷൻസ് ഒന്നും കേസിന്റെ മെറിറ്റായിട്ട് നിങ്ങൾ ധരിക്കുകയും ചെയ്യരുത്. മുൻകൂർ ജാമ്യമാണ്, ഇത് മുൻകൂർ ജാമ്യമാണ്, അതിലേക്ക് കടക്കാൻ കഴിയില്ലല്ലോ കോടതിക്ക്. അപ്പോ ഇനീഷ്യലി ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം. അത് തീർച്ചയായും കോടതിയുടെ വിശദമാണ്. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻകൂർ ജാമ്യം കിട്ടാത്തത് കൊണ്ട് ഒരു വ്യക്തി ആകുന്നില്ല, മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ട് നിരപരാധിയും ആകുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവായി ഇനി ഒരു കാര്യം കൂടി, താങ്കൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ, 4 തവണ മൊഴി മാറ്റി. ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത്, മൂന്നാമത് പറഞ്ഞത്, നാലാമത് പറഞ്ഞത് 4 കാര്യങ്ങളാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളിലും മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞത് വെർബൽ അബ്യൂസ് ആണ്, വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്നാണ്. പിന്നീട് അത് എങ്ങനെ റേപ്പായി മാറി, അച്ഛനും അമ്മയും മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുവിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ അച്ഛനും അമ്മയും ഈ റേപ്പ് നടന്നപ്പോ എവിടെ പോയി? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടില്ലേ? അപ്പൊ അത് ചോദിച്ചാൽ അത് സ്ത്രീ വിരോധമാകുമോ? 4 തവണ ശ്രീ ജോർജ് ജോസഫിലേക്ക് കൂടി ഒന്ന് അതെ 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 ശ്രീ ജോർജ് ജോസഫിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങൾ നോക്കൂ. അതായത് ഈ മൊഴിമാറ്റം, അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതൊക്കെ ട്രയൽ നടക്കുമ്പോൾ ട്രയൽ പ്രോസസ്സാണ്. ഇതിപ്പോൾ എന്താണ്, ഒരു ബെയിലാണ്, ഒരു മുൻകൂർ ജാമ്യം, അതിൻ്റെ പരിധി മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഇരയുടെ വൈരുദ്ധ്യത്തിലെ മൊഴി അതൊന്നും അതല്ലല്ലോ ഇവിടെ പരമപ്രധാനമായി പരിഗണിക്കേണ്ടത്. പ്രഥമ ദൃഷ്ടിയ ഗൗരവമുള്ള കേസ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രാഹുൽ പറഞ്ഞ വാക്കുകളിൽ നമുക്കൊരു തരത്തിൽ പോലും അത് മൈൻഡ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. 2, ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് പല രീതിയിൽ അന്വേഷിക്കുന്നു, പുതിയ സാഹചര്യങ്ങൾ തീർന്നു, സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാവകാശം തേടിക്കൊടുക്കുകയാണോ, അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണോ ഇപ്പോൾ ഈ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങൾ, അവരുടെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിന് യാതൊരു പ്രസക്തിയില്ല. അവർ ചൈനയിൽ പോയപ്പം അവിടുത്തെ ചില ആരോപണങ്ങൾ, അവരെ മൊഴി പല പ്രാവശ്യം മാറ്റി പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആരോപണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴേ അതൊക്കെ ട്രയൽ സമയത്ത് ചെയ്യുന്നത് തന്നെ കാര്യങ്ങളാണ്. ഇപ്പം നമുക്കതല്ല. ഇപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പം ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ പരിഗണിച്ചു. ആ പരിഗണിച്ച സമയശേഷം അതിൻ്റെ വിധി വന്നപ്പോഴേ അദ്ദേഹം മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. പിന്നെ അത് ഓണാക്കിയിട്ടില്ല. ഇന്ന് ഒന്ന് ഓണാക്കി ഉടനെ ഓഫ് ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ അദ്ദേഹത്തിൻ്റെ വക്കീലും ഇവരും ഈ കേസിനകത്ത് സുപ്രീം കോടതി പോയാലും അത് അന്ന് അഡ്മിറ്റ് ചെയ്ത് കിട്ടി അതിൻ്റെ വിധി വരണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുക്കും. അത്ര സമയം പോലീസിന് ചിലപ്പം അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ചിലപ്പം സുപ്രീം കോടതിയുടെ വിധി വരട്ടെ എന്ന് പോലീസ് പ്രതീക്ഷിക്കാം. പക്ഷേ ഹൈക്കോടതി ആ കേസ് മുഴുവൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. അപ്പം കീഴടങ്ങണമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്തു. സുപ്രീം കോടതിയിലെ അപ്പീൽ പോട്ടെ, അതിനുള്ള റൈറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും പോകുന്ന നല്ല കാര്യം, പോട്ടെ, കിട്ടുന്നെങ്കിൽ വാങ്ങിക്കട്ടെ. പക്ഷേ ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നമ്മൾ കണ്ട ഹൈക്കോടതി പറഞ്ഞ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ ബ്ലീക്കാണ്, ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒരു റേപ്പ് കേസിനകത്ത് അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, അവരുടെ കൺസെൻറ്റ് വേണം. ആ ഒരു സെക്ഷൽ ഇതിന് തീർച്ചയായിട്ടും അവരുടെ കൺസെൻറ്റ് വേണം. അവരെത്ര മോശമായി റോഡിൽ കിടക്കുന്ന സ്ത്രീ ആണെങ്കിലും ശരി, അവരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 376 നിലനിൽക്കും. അവരുടെ ക്യാരക്ടർ ഒന്നും പ്രശ്നമല്ല. അതാണ് ഇന്ത്യൻ നിയമം. അതുകൊണ്ട് ഇതിനകത്ത് ആ പെൺകുട്ടിയെപ്പറ്റി എന്ത് പറഞ്ഞാലും ശരി, അതൊന്നും അല്ല അതിൻ്റെ എവിഡൻസുകൾ. ആ കുട്ടിയുടെ കൺസെൻ്റ് ഇല്ലാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് അതിനെ ബലമായിട്ട് റേപ്പ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പരാതി. ആ പരാതി 2016 ആ നടന്ന സംഭവത്തിന് ശേഷം അവർ 1-2 സ്ഥലത്ത് അത് റെപ്രസെൻ്റ് ചെയ്തു, ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പം പല പെൺകുട്ടികളും നമുക്കറിയാം, കമ്മീഷനിൽ വന്ന പല നടിമാർക്കും ഭയമാണ്.
എല്ലാം പാവങ്ങളാണ് കൂടുതലുള്ള ആൾക്കാർ. അതാണ് ഞാൻ അവർ ഈ മഹാനടന്മാർക്കെതിരായിട്ട് ഞാൻ രാഹുലീശ്വരിലേക്ക് ഒന്നും ഒന്ന് ചലിക്കില്ല. പോട്ടെ. ശ്രീ രാഹുലീശ്വർ, അതായത് ശ്രീ രാഹുലീശ്വർ, താങ്കൾ ഇപ്പോഴും ഒരു ട്രയലിന്റെ ഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴേ പറയുന്നത്. ഇതെന്താണ്, ഒരു മുൻകൂർ ജാമ്യമാണ്, അത് തള്ളപ്പെട്ടു. ഇനിയിപ്പോൾ വരട്ടെ, ഈ നിയമപരമായിട്ടുള്ള ജാമ്യം അദ്ദേഹം നേടട്ടെ, നടപടികൾക്ക് വിധേയമുള്ള ആർജവം കാണിക്കൂ, പിന്നെയല്ലേ പ്രസംഗം നടത്തേണ്ടത്. നമ്മൾ രണ്ടുപേരും താങ്കൾ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുകയല്ല ചെയ്യേണ്ടത്. നിയമപരമായിട്ട് വരട്ടെ, നിയമപരമായി കീഴടങ്ങട്ടെ. താങ്കളും ജോർജ് ജോസഫ് സാറും മുമ്പ് പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ്. അതായത് ട്രയൽ ഘട്ടങ്ങളിലാണ് ഇത് പറയേണ്ടത്. പക്ഷേ അത് കോടതിയിലല്ലേ, ഇത് മാധ്യമങ്ങളുടെ കോടതിയല്ലേ, കോർട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ അല്ലേ. അപ്പൊ ഇവിടെ ഇപ്പോഴും ഇത് പറയാം. കോടതിയുടെ പ്രോസസ്സിന്റെ പ്രകാരം ട്രയൽ ഘട്ടത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ പറയാവൂ. പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ വിളിച്ചെത്ത് കൊണ്ടുവരാൻ നമുക്ക് മടിയില്ലല്ലോ. രണ്ട്, ജോർജ് ജോസഫ് സാർ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അവരെ റേപ്പ് ചെയ്യാനുള്ള അവകാശമില്ല. പക്ഷേ സിദ്ദിഖിന്റെ മറുവാദം യഥാർത്ഥത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ ഈ കുട്ടി വന്നിട്ടില്ല എന്നാണ്. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്. അത് തെളിയിച്ചോട്ടെ. ശ്രീ സിദ്ദിഖ് പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ ചില ആളുടെ പേരുകളൊന്നുമല്ല, അവിടെ വന്ന് കൃത്യമായ ആ പെൺകുട്ടി വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിന്റെ മൊഴിയെടുപ്പിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ആ കൺസേണോ അതിന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് കാണാതെ അഡമന്റ് സ്റ്റാൻഡ് എടുത്ത് സിദ്ദിഖിനെ പരിശുദ്ധരാക്കാൻ വേണ്ടി മാത്രം സംസാരിക്കരുത്. ഒപ്പം ആ കൺസേൺ എവിടെയെങ്കിലും പറഞ്ഞോ എവിടെയെങ്കിലും താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമായി സംസാരിച്ചിട്ടുണ്ടോ? ആ പെൺകുട്ടിയെ പരിശുദ്ധിയാക്കാൻ നോക്കണ്ട. കോടതിയുടെ വിധി വരട്ടെ. ഈ വ്യക്തി 14 പേർക്കെതിരെ വേറെ പരാതിയും കൊടുത്തിട്ടുണ്ട്. അല്ല, പരാതിയല്ല, ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക, ഒരുപാട് ആരോപണങ്ങളുണ്ട്. 14 പേർക്കെതിരെയാണ് ഒരു വ്യക്തി ആരോപണം കൊടുത്തിരിക്കുന്നത്. രണ്ട്, നമ്മൾ എല്ലാവരും ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ലേ? ആ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നതിന്റെ ഭാഗമായി കൂടെയുള്ള സഹപാഠിയുടെ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്തതിന് ഈ കുട്ടിയെ പുറത്താക്കിയതാണ്. ഈ വ്യക്തിക്കെതിരെ 20 ട്രയൽ സമയത്ത് കൊടുക്കൂ. ട്രയൽ സമയത്ത് നിങ്ങളുടെ അഡ്വക്കേറ്റിനോട് പറയൂ, അതൊക്കെ പറഞ്ഞോളാൻ. ഇത് ഇവിടെ എന്താണ് പരമപ്രധാനമായ വസ്തുതയ്ക്ക് ഇന്നത്തെ ഈ സംഭവത്തിന് അല്ലെങ്കിൽ കോടതിയുടെ നടപടിക്ക് വിധേയനാകാൻ എന്താണ് മടി? അദ്ദേഹം സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയിരിക്കുകയല്ലേ. അതിനുവേണ്ടിയുള്ള സമയം അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുകുൾ റോഹത്തഗി, സാർ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മുതിർന്ന മുകുൾ റോഹത്തഗി എന്ന അഡ്വക്കേറ്റിന്റെ പക്ഷമാണ് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതിയും കൂടെ പറയട്ടെ. മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് അദ്ദേഹം നിരപരാധിയാകുന്നില്ല. പക്ഷേ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സ്പേസ് അദ്ദേഹത്തിനുണ്ട്, അവിടെ പോകാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. അതായിരിക്കും പോലീസും ഒരുക്കുന്ന കാലതാമസം പോലീസ് ഒരുക്കി നൽകുകയാണല്ലേ രാഹുൽ? അല്ലേ? അല്ല, അതുകൊണ്ടല്ല. സിദ്ദിഖ് ആരോപിതനാണ്, വേട്ടക്കാരനല്ല. മറ്റേ വ്യക്തി പരാതിക്കാരിയാണ്, അതിനെ ബഹുമാനിക്കുന്നു, യാതൊരു ബഹുമാനക്കുറവുമില്ല. പക്ഷെ പരാതിക്കാരിയാണ്, ഇരയായിട്ടില്ല. കോടതി ഈ പരാതി വാലിഡേറ്റ് ചെയ്ത് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാലേ ഈ കുട്ടി ഇരയാകുള്ളൂ. അതുവരെ പരാതിക്കാരിയാണ്. അതുവരെ സിദ്ദിഖ് ആരോപിതനാണ്, വേട്ടക്കാരല്ല. അപ്പൊ ഇതൊരു പരാതിക്കാരിയും ആരോപിതനും തമ്മിലുള്ള പ്രശ്നമാണ്, വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള പ്രശ്നമല്ല. വേട്ടക്കാരൻ ആക്രമിച്ച കേസിലെ 8ാം പ്രതിക്ക് മുൻപാകെ താങ്കൾ വർഷങ്ങളായി നടത്തുന്ന അതേ സംഭാഷണങ്ങൾ ഈ കേസിലെ പ്രധാനപ്പെട്ട 1ാം പ്രതിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ജനം മനസ്സിലാക്കിയാൽ മതിയല്ലോ. എന്റെ വാദഗതികളായിരുന്നു ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇത്രയും കാലത്തെ ദിലീപ് കേസിലെ വിധി വന്നില്ലല്ലോ. വിധിവന്നില്ല ഇതുവരെ. അദ്ദേഹത്തിന് കിട്ടിയ ജാമ്യം 3 ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതിയുടെ സമീപനം, ട്രയൽ കോടതിയുടെ സമീപനം, രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരിയെന്ന് നിന്ന് ജനങ്ങൾക്ക് ബോധ്യമായല്ലോ. ആദ്യകാലത്ത് ഞാൻ മാത്രം പൾസർ സുനിയും ആ പരിശുദ്ധയുടെ പട്ടികയിൽ വരുമോ? അദ്ദേഹത്തിന് പൾസർ സുനിയെ നമ്മുടെ അതിജീവിത കണ്ടു. പൾസർ സുനിയെ നമ്മുടെ അതിജീവിത കണ്ടു. ദിലീപിനെ 3 മാസത്തിന് ശേഷം കുടുക്കിയതാണ്. പൾസർ സുനിയെ അതിജീവിതമുണ്ട്. എനിക്ക് അതിജീവിത വിശ്വാസമാണ്. എനിക്ക് അതിജീവിതയെ പൂർണ്ണമായിട്ടും ബോധ്യവും വിശ്വാസവുമാണ്. പക്ഷെ പൾസർ സുനിയെ അതിജീവിത കണ്ടു. ദിലീപിനെ 3 മാസത്തിന് ശേഷം വലിച്ചഴച്ച് കുടുക്കിയതാണ്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് എനിക്ക് അതിജീവിതയെ പൂർണ്ണമായിട്ട് ഈ വിഷയത്തിൽ വിശ്വാസം. ശരി, എന്തായാലും താങ്കൾക്ക് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ വല്ലോ കഴിയുന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഈ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുക, സിദ്ദീഖിന് വേണ്ടി ശ്രമിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും അടുത്ത പോലീസിന്റെ ചലനങ്ങളാണ് ഇവരും ഉറ്റുനോക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഒപ്പം രാഹുൽ ഈശ്വർ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിന് അങ്ങനെ ഒരുപാട്